ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് വൈജയന്തി. ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടും ബാലചന്ദ്രൻ്റെ മറുപടി ഒന്നും തന്നെ വന്നില്ല. നീ ചോദിച്ചില്ലേ ബബിതേ, എന്താ എൻ്റെ ഉദ്ദേശമെന്ന്? അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുകയാണ് വൈജയന്തി. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തു, അതിനെന്തിനാ എന്നെ വെറുതെ കൂട്ടുപിടിക്കുന്നത്? എന്തായാലും അലീന ചേച്ചിയെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ ഞാൻ അച്ഛൻ്റെ ഒരിക്കൽ പറയില്ല. അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാണ്? ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്നതല്ലേ, ഇനിയെങ്കിലും അമ്മയ്ക്കൊന്ന് നന്നായിക്കൂടെ എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പോൾ, നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നു, നീ അത്രയ്ക്കും വളർന്നു എന്നും ചോദിച്ച് വൈജ ദേഷ്യത്തോടെ ബബിതയെ അടിക്കാൻ കൈയൊങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നിട്ട് അത് തടയുന്നുണ്ട്. വേണ്ട മേഡം, അടിക്കണ്ട, എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ അമ്മയും മകളും തമ്മിൽ തല്ലണ്ട. ബബിതേ, നീ എന്തിനാണ് എനിക്ക് വേണ്ടി അമ്മയോട് ഇങ്ങനെ വഴക്കിടുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ അലീന പറയുകയാണ്. എടി, ഞാനും എൻ്റെ മകളും തമ്മിൽ അടിയും വഴക്കും ഒക്കെ ഉണ്ടായെന്ന് വരും. അതിൻ്റെ ഇടയിൽ കയറി ഇടപെടാൻ നിനക്ക് ആരാടി അധികാരം തന്നത്? നീ എൻ്റെ മൂത്ത മകളൊന്നും അല്ലല്ലോ, ബബിതയുടെ ആരാ നീ? അങ്ങനെ വൈജയുടെ ആ പറച്ചിൽ കേട്ട് അലീന ആകെ ഷോക്കായി നിൽക്കുകയായിരിക്കും. അന്നേരം ബബിത പറയുന്നുണ്ട്, ശരിയാണ്, അലീന എൻ്റെ ആരും അല്ലായിരിക്കും, എന്നാൽ എനിക്ക് എൻ്റെ ചേച്ചിയെപ്പോലെയാണ്, സ്വന്തം ചേച്ചിയെപ്പോലെ. അതുകൊണ്ട് അമ്മ അവളെ കൂടുതലൊന്നും പറയാൻ നിൽക്കേണ്ട. അലീന ഈ വീട്ടിലുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം. വാ അലീനെ, നമുക്ക് പോകാം, അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നും പറഞ്ഞ് അലീനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് ബബിത പോവുകയാണ്. പിന്നീട് വൈജയന്തി ബാലചന്ദ്രനോട് സംസാരിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രൻ വൈജയെ കണ്ട് ഒട്ടും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആ അലീനയുടെ മുഖം മാത്രം കണ്ടാൽ മതിയല്ലോ, എൻ്റെ മുഖം കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നറിയാം. എന്തായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഞാൻ അയച്ച ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയതല്ലേ, എന്നിട്ട് താൻ അതിന് മറുപടിയൊന്നും അയച്ചില്ലല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, തൽക്കാലം എനിക്കിപ്പോൾ നിനക്ക് ഡിവോഴ്സ് ചെയ്യാനുള്ള സൗകര്യമില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയാണ് ബാലേന്ദ്രൻ. അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഈ പ്രശ്നം കോടതിയിൽ എത്തിക്കേണ്ടി വരും. നമുക്ക് നിങ്ങളും വീട്ടിലെ വേലക്കാരെയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ കോടതിയിൽ വിളിച്ചു പറയും. അങ്ങനെ ബാലചന്ദ്രൻ എന്ന അഭിമാനിയെ കോടതി മുറിക്കുള്ളിൽ വെച്ച് ഞാൻ നാണം കെടുത്തും എന്നിങ്ങനെ വൈജയന്തി വിളിച്ച് പറയുകയാണ്. ഇത് കേട്ട് ബാലചന്ദ്രൻ വല്ലാതെ ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടി, ഞാനും അലീനയും തമ്മിൽ ഇല്ലാത്ത ബന്ധത്തിൻ്റെ പേരിൽ നീ ഞങ്ങളെ കോടതിയിൽ കയറ്റിക്കോ. എന്നിട്ട് വേണം എനിക്ക് അവിടെ വെച്ച് ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ട്. എനിക്കാണോ കാമുകയുള്ളത് അതോ നിനക്കാണോ കാമുകനുള്ളതെന്ന് അത് ഞാൻ എന്തായാലും കോടതിയിൽ തെളിയിച്ചിരിക്കും. എന്തായാലും നീ എന്നെയല്ല കോടതിക്കുള്ളിൽ വെച്ച് വലിച്ചു കയറാൻ പോകുന്നത്, ഞാൻ നിന്നെ ആയിരിക്കും. അത് കോടതിക്ക് മുന്നിലും അതുപോലെ നമ്മുടെ മക്കൾക്ക് മുന്നിലും നീ ആയിരിക്കും തലകുനിച്ച് നിൽക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. ബാലചന്ദ്രൻ ആ പറഞ്ഞതിന് അർത്ഥം എന്തായിരിക്കും? എനിക്കതിന് എവിടെ കാമുകനുള്ളത് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഇനി സ്റ്റാൻലിയുടെ കാര്യം എങ്ങാനും ഇയാൾ അറിഞ്ഞു കാണുമോ? അതിങ്ങനെ സംഭവിക്കും. ഗംഗേട്ടൻ എനിക്ക് വാക്ക് തന്നതല്ലേ, അക്കാര്യം ആരൊരിക്കലും പറയില്ല എന്ന്. അങ്ങനെ പാതി സംശയത്തിൽ നിൽക്കുകയാണ് വൈജയന്തി. പിറ്റേ ദിവസം ലീന രോഹിത്തിനെ വിളിച്ചിരുത്തി പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ല മോനെ, ഇനി ചേച്ചി പറയുന്നതെല്ലാം മോൻ അനുസരിക്കണം. ഇനി നിനക്ക് ചെയ്തു പോയ തെറ്റിന് എല്ലാവരോടും മാപ്പ് ചോദിക്കാമല്ലോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അത് പിന്നെ എല്ലാവരും മുഖത്ത് നോക്കാൻ എനിക്കിപ്പോഴും മടിയുണ്ട്, എന്നാലും അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല എന്ന് പറയുകയാണ് രോഹിത്ത്. അങ്ങനെ രോഹിത്ത് ബാലചന്ദ്രൻ്റെ ഇരിക്കെ വന്ന് കൈവപ്പി നിൽക്കുകയാണ്. അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം, ഒരിക്കലും ഒരച്ഛനും കേൾക്കാൻ പാടില്ലാത്ത വാർത്തയല്ലേ ഞാൻ കാരണം നിങ്ങളൊക്കെ കേട്ടത്. പറ്റുമെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കച്ച എന്നും പറഞ്ഞ് രോഹിത്ത് അവിടെ നിന്ന് കരയുമ്പോൾ ബാലചന്ദ്രൻ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഈ പ്രായത്തിൽ ചില തെറ്റുകളൊക്കെ സംഭവിക്കാം, പക്ഷെ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് നിൻ്റെ വിജയം. നിനക്ക് നിൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലായില്ലേ? അതോർത്ത് നീ പശ്ചാത്തപിച്ചില്ലേ? മതി മോനെ, അതിനി നീ അച്ഛനോട് ക്ഷമയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അച്ഛന് മോനോട് ഒരു ദേഷ്യവും ഇല്ല. ബാലേന്ദ്രൻ്റെ ആ വാക്കുകൾ കേട്ട് രോഹിത്തിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അതിനുശേഷം വൈജയന്തിയുടെ റൂമിലേക്ക് അവൻ ക്ഷമ പറയാനായിട്ട് ചെല്ലുന്നുണ്ട്. എനിക്ക് നിൻ്റെ മാപ്പും കോപ്പും ഒന്നും വേണ്ടടാ, ഇനിയെങ്കിലും കുറച്ച് മനസ്സമാധാനം തന്നാൽ മതി നിങ്ങൾ മക്കള്. അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നീ കാരണം ഏറ്റവും കൂടുതൽ നാണം കെട്ടത് ഞാനാണ്. ഞാൻ നിൻ്റെ അമ്മയായി പോയില്ലേ? ഇങ്ങനെ ഒരുത്തനെയാണല്ലോ ഞാൻ ജന്മം നൽകിയെന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവാൻ നോക്ക്.
ഞാൻ പറയുന്ന അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ച നിനക്ക് കൊള്ളാം. ആ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് നീ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ഉടനെ തന്നെ ഒരു വാടക വീടെടുത്ത് അങ്ങോട്ട് മാറാൻ പോവാണ്. അപ്പോൾ മക്കളായ നിങ്ങളൊക്കെ എൻ്റെ കൂടെ വരണം. എങ്കിൽ മാത്രമേ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ എന്നുള്ള വൈജയന്തിയുടെ വാക്കുകൾ കേട്ട് രോഹിത്തിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പറഞ്ഞു വിട്ടാലും ഒരിക്കലും അമ്മയുടെ കൂടെ വാടക വീട്ടിലേക്ക് ഞാൻ വരില്ല. അമ്മയ്ക്ക് ഇവിടെ നിന്ന് താമസം മാറണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോയാൽ പോരെ. ഞങ്ങളെ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത്? ഞാൻ ഇനി എങ്ങോട്ടും വരില്ല. അച്ഛൻ്റെ കൂടെ ഇവിടെ തന്നെ നിന്നോളാം. അതിന് കാരണവും വേറൊന്നുമല്ല, അലീന ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ അമ്മയോട് ക്ഷമ ചോദിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അലീന ചേച്ചി ഒറ്റ ഒരാൾ മാത്രമാണ് എന്ന് പറയുകയാണ് രോഹിത്ത്. അങ്ങനെ അവളുടെ ഔദാര്യത്തിൽ നീ എന്നോട് ക്ഷമ പറയേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അവളാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ? അലീനയും ബാലചന്ദ്രനും കൂടെ ഈ വീട് ഭരിക്കട്ടെ. എൻ്റെ മക്കളെയും എല്ലാവരെയും അവൾ തന്നെ നോക്കട്ടെ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നേക്കാം. എല്ലാത്തിനെയും ഞാൻ കോടതി കയറ്റും എന്ന് പറഞ്ഞ് വൈജയന്തി പോവുകയാണ്. അമ്മയോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല, വെറുതെ എൻ്റെ സമയം വേസ്റ്റാക്കി എന്നും പറഞ്ഞ് രോഹിത്ത് കൃഷ്ണയും ബബിതയും പോയി കാണുകയാണ്. അവരോട് രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ കാരണം എൻ്റെ 2 സഹോദരിമാർക്കും ഒരുപാട് നാണം കിടേണ്ടി വന്നിട്ടുണ്ട്. കോളേജിലും സ്കൂളിലും ഒക്കെ മറ്റുള്ളവരുടെ പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നില്ലേ? ഈ ഏട്ടന് ഒരു തെറ്റ് പറ്റി പോയതാ എന്ന് പറഞ്ഞ് രോഹിത്ത് അവരുടെ മുന്നിൽ കൈകൊണ്ടിൽ നിന്ന് കരയുകയാണ്. അത് കണ്ട് ബബിത രോഹിത്തിനെ കരച്ചിലടക്കാനാവാതെ രോഹിത്തിനെ ചേർത്ത് പിടിക്കുകയാണ്. എന്താ ഏട്ടാ ഇത്? ഏട്ടൻ ഞങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ കരയുന്നത് കാണാൻ ഞങ്ങൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ഏട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ളത് ചിലപ്പോൾ ഒരു വിധിയായിരിക്കും. ഇതിൽ നിന്നും അലീന ചേച്ചിയെ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെക്കൊണ്ട് പറ്റിയില്ലേ? ഇനിയെങ്കിലും ഏട്ടൻ ഇതൊന്നും ആവർത്തിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി. ഏട്ടനോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യമില്ല എന്നും പറഞ്ഞ് ബബിത കരയുകയാണ്. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, അതേ ഏട്ടാ, ബബിതേച്ചി പറഞ്ഞതാണ് ശരി. ആദ്യമൊക്കെ ചേട്ടനോട് ഞങ്ങൾക്ക് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നീട് സത്യം അറിഞ്ഞപ്പോഴാണ് ചേട്ടനൊരു പാവമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇനി ആ ഹരിശങ്കറുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും ഏട്ടന് വേണ്ട എന്നിങ്ങനെ കൃഷ്ണ പറയുമ്പോൾ അവനുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും ഞാൻ അന്ന് തന്നെ അവസാനിപ്പിച്ചു മോളെ. ഇനി ഈ വീടിൻ്റെ പരിസരത്തേക്ക് പോലും ഞാൻ അവനെ അടുപ്പിക്കില്ല എന്നിങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്ത് അവിടെ നിന്ന് റൂമിലേക്ക് പോവുകയാണ്. പിന്നേ ദിവസം അലീന അവനെയും കൂട്ടി ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വേണ്ട ചേച്ചി, ഞാൻ വരുന്നില്ല. ചിലപ്പോൾ ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ എന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് രോഹിത്ത് ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ ഒരാണല്ലേ മോനെ, ഇനി എന്തിനേയും ധൈര്യത്തോടെ വേണം നീ നേരിടാനായിട്ട്. നീ ശരണ്യയുടെ അരികിലേക്ക് ചെല്ല്. അവളുടെ ബന്ധുക്കാർക്കൊക്കെ അറിയാം നീ നിരപരാധിയാണെന്ന്. അവളെ കണ്ട് നീ മാപ്പ് പറ എന്നിങ്ങനെ അലീന പറഞ്ഞപ്പോൾ രോഹിത്ത് ധൈര്യത്തോടെ അകത്ത് കയറി പോവുകയാണ്. അവൻ കയറി ചെല്ലുന്നത് കണ്ട് ശരണ്യയുടെ അച്ഛനും അമ്മയൊന്നും അവനെ എതിർക്കാനേ തോന്നിയില്ല. ശരണ്യയുടെ അരികിൽ ചെന്ന് രോഹിത്ത് പറയുന്നുണ്ട്, ശരണ്യെ, നിൻ്റെ അരികിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലെന്നറിയാം. എന്നാലും ഇപ്പോൾ ഞാൻ നിൻ്റെ അരികിൽ ഈ മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ജീവിതകാലം മൊത്തം എന്നെ അത് അലട്ടിക്കൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതത്തിൽ പിന്നീട് എനിക്ക് സന്തോഷിക്കാനേ കഴിയില്ല. പല പ്രാവശ്യം ഞാൻ കരുതിയിട്ടുണ്ട് നിൻ്റെ അരികിൽ വരണമെന്നും നിന്നോടെല്ലാം ഏറ്റു പറയണമെന്നും. പക്ഷേ അതിനൊന്നും ഒരു ധൈര്യവും വന്നില്ല. ഇന്നെനിക്ക് ആ ധൈര്യം തന്നത് ഈ അലീന ചേച്ചിയാണ്. ഹരിശങ്കറും കൂട്ടുകാരും നിന്നോട് ആ ക്രൂരത കാണിക്കുമ്പോൾ അവരെ ഒന്ന് തടയാനോ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ എനിക്ക് സാധിച്ചില്ല. അതിനൊന്നും ഞാൻ ശ്രമിച്ചുമില്ല. നിന്റെ സ്ഥാനത്ത് എൻ്റെ സഹോദരിമാരാണെന്ന് ഞാൻ കരുതണമായിരുന്നു. അങ്ങനെ ഞാൻ കരുതിയിരുന്നെങ്കിൽ ഹരിയെയും മറ്റുള്ളവരെയൊക്കെ ഞാൻ തടഞ്ഞേനെ. എനിക്കൊരു തെറ്റ് പറ്റിയതാ. ഈ ഒരവസ്ഥയിൽ നിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്കാവില്ല. അന്ന് അതൊന്നും ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്കില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കേ എന്നും പറഞ്ഞ് രോഹിത്ത് തലതല്ലി കരയുകയാണ്. സാരമില്ല രോഹിത്തെ എന്നും പറഞ്ഞ് ശരണ്യയും പറയുന്നുണ്ട്, എന്തായാലും നീ ഈ തെറ്റിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു എന്നേ ശരണ്യ പറയുന്നുണ്ട്. ക്ഷമിക്കണ ശരണ്യെ, ഇതൊരു ചതിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിൻ്റെ സമ്മതപ്രകാരമാണ് നീ ഹരിയുടെ കൂടെ വന്നതെന്നാണ് അവൻ എന്നോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. നീ അവിടെ എത്തിയപ്പോഴാണ് അതൊരു ചതിയാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ എന്നിട്ടും എനിക്കത് തടയാനോ പ്രതികരിക്കാനോ കഴിഞ്ഞില്ല. ഞാൻ പ്രതികരിക്കണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ലല്ലോ. ആ കുറ്റബോധം എന്നെ എന്നും അലട്ടും എന്നും പറഞ്ഞ് രോഹിത്ത് കരയാണ്. രോഹിത്തെ, നീ അതൊക്കെ മറന്നേരെ. എനിക്ക് ഹരിശങ്കറിനോടും അവൻ്റെ ആ കൂട്ടുകാരോടും മാത്രമാണ് ഇപ്പോഴും വെറുപ്പ്. നീ നന്നായി പഠിക്കണം, നല്ല നിലയിലെത്തണം. അലീന ചേച്ചിയുടെ കുഞ്ഞനിയനായിട്ട് നീ വളരണം. ആ ഹരിശങ്കറിനെ പോലെയുള്ളവരുടെ കൂട്ടത്തിൽ ഇനി നീ കൂട്ടുകൂടാൻ പാടില്ല. അത് തന്നെയാണ് ശരണ്യെ എൻ്റെയും തീരുമാനം. പക്ഷേ അതിൽ നിന്ന് നീയും പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ
മൂകയായിട്ടിരിക്കരുത്. ആ ഹരിയുടെയും നിന്നെ തളർത്താൻ നോക്കിയവരുടെ മുന്നിൽ നീ പഠിക്കണം. പഠിച്ച് നിൻ്റെ ആഗ്രഹം പോലെ നീ നല്ലൊരു ഡോക്ടറായി ജീവിച്ച് കാണിക്കണം. അതിനുവേണ്ടി നിനക്ക് സപ്പോർട്ടായിട്ട് നിൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. എന്നും എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് ഞാൻ ചെയ്തു തരും എന്നിങ്ങനെ രോഹിത് അലീനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. ശരണ്യയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്.